പരിശുദ്ധ അമ്മയും പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായ യാക്കോബും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് ഇപ്പം നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇന്നലെ അച്ഛൻ സൂചിപ്പിച്ചിരുന്നു, യാക്കോബ് അല്ലെ ഇസ്രായേൽ ശരിക്കും ഈ 12 മക്കളുടെ പിതാവാണ് യാക്കോബ്. അതിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ വരുന്നത്, ഇസ്രായേൽ എന്നുള്ള ജനത വരുന്നത്. അപ്പോൾ ഒരു ജനത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവാണ് യാക്കോബ്. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയാണ്, ശിരസായി ഈശോയുടെ അമ്മയാണ്. അപ്പോൾ ഈ ശിരസായി ഈശോയുടെ അമ്മ ആയതുകൊണ്ട് തന്നെ ഈ ശിരസിൻ്റെ ബാക്കി അവയവങ്ങൾ ശരീരത്തിൻ്റെയും കൂടെ അമ്മയാണ്. അതായത് ദൈവജനത്തിൻ്റെ, ദൈവമക്കളുടെ ഓരോരുത്തരുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മ. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, യാക്കോബിന് പുതിയൊരു പേര് നൽകുന്നുണ്ട്. യാക്കോബിന് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു, മൽപ്പിടുത്തം നടക്കുന്നു, ഇസ്രായേൽ എന്നുള്ള പുതിയ പേര് നൽകുന്നു. അതൊരു പുതിയൊരു ഐഡൻറ്റിറ്റിയാണ്, പുതിയൊരു ഡെസ്റ്റിനിയാണ്. അതുപോലെ തന്നെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുമ്പോഴും അമ്മയ്ക്ക് ഒരു പേര് നൽകുന്നുണ്ട്. ശരിക്കും മറിയമേ എന്നല്ല അമ്മയെ കാണുമ്പോൾ ദൂതൻ വിളിക്കുന്നത്. ലൂക്ക 1:26 തൊട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കെക്കരിത്തോമിനെ, കൃപ നിറഞ്ഞവളെ എന്നാണ് വിളിക്കുന്നത്. അതായത് അമ്മയുടെ ഐഡൻറ്റിറ്റിയാണ് ദൂതൻ അവിടെ അമ്മയുടെ പേരായിട്ട് വിളിക്കുന്നത്. അത് പിന്നീട് തുടരുകയാണ്, പിന്നീട് കാലാകാലങ്ങൾ തുടരുകയാണ്. ഈ യാക്കോബിന് കിട്ടിയ പേര് അത് ഒരു ജനത്തിൻ്റെ പേരായി മാറി, ഇസ്രായേൽ എന്നുള്ള പേരായി മാറി. അമ്മയ്ക്ക് കിട്ടിയ പേര് കൃപ നിറഞ്ഞവളെ എന്നുള്ള പേര് പിന്നീട് ഒരു ജനത്തിൻ്റെ പേരായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ മക്കൾ, അതാണ് നമ്മൾ ഓരോരുത്തരും. ദൈവകൃപയുള്ള മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. മൂന്നാമത്തെ കാര്യം, യാക്കോബിൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു ജോസഫ്. ആ ജോസഫിന് വേണ്ടി യാക്കോബ് ഒരു ഉടുപ്പ് തുന്നിക്കൊടുക്കുകയാണ്. ഇതുപോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പാരമ്പര്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുരോഹിതന്മാർക്കുള്ള വസ്ത്രം തുന്നിക്കൊടുത്തിരുന്നത് അവരുടെ അമ്മമാരായിരുന്നു. അവർ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ, ഈശോ ഈ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പം തയ്യൽ കൂടാതെ ഉണ്ടാക്കിയ ആ മേലങ്കി അത് തുന്നിക്കൊടുത്തത് അമ്മയാണെന്നാണ് പാരമ്പര്യം പറയുന്നത്. അപ്പം ജോസഫിന് യാക്കോബ് തുന്നിക്കൊടുത്തതുപോലെ അമ്മ ഈ ബലിയർപ്പിക്കാൻ പോകുന്ന ഈശോയ്ക്ക് വേണ്ടി ഉടുപ്പ് തുന്നിക്കൊടുക്കുകയാണ്. ഇനി നാലാമത്തെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. യാക്കോബിൻ്റെ മനസ്സിൽ ശരിക്കും ജോസഫ് മരിച്ചു, ജോസഫ് നഷ്ടപ്പെട്ടു. പക്ഷെ അതിനുശേഷം ജോസഫിനെ തിരിച്ചു കിട്ടി. പിന്നെ ജോസഫ് എവിടെയാണോ അവിടേക്ക് യാക്കോബ് പോവുകയാണ്. യാക്കോബ് ഉള്ളിടത്തേക്ക് ജോസഫിനെ കൊണ്ടുവരികയല്ല, മറിച്ച് ജോസഫ് ഉള്ളിടത്തേക്ക് യാക്കോബിനെ കൊണ്ടുവരികയാണ്. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകനായ ഈശോ മരിച്ചു. പക്ഷേ ഈശോ ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ അടുത്തേക്ക് പോയി. അതിനുശേഷം ഈശോ അമ്മയുള്ളിടത്തേക്ക് വരികയല്ല, മറിച്ച് അമ്മയെ ഈശോയുള്ള സ്വർഗത്തിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ അമ്മ രാജ്ഞിയായിട്ട് വാഴുകയാണ്. നമ്മൾ ഈ ബത്ലഹേമിലേക്കുള്ള യാത്രയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം സമന്വയിക്കുന്ന ഒരു സ്ഥലമാണ് ബത്ലഹേം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ യാത്രയിൽ നമുക്ക് അല്പം കൂടെ ഒന്ന് അമ്മയുടെ കരം പിടിക്കാം. അമ്മയോട് ചേർന്ന് ഈ യാത്ര നമുക്ക്